ഗൈസ്, അപ്പം നമ്മൾ പിന്നെയും നമ്മുടെ ഇവിടെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അതാണ്ട് ഇവിടെ ഫുള്ള് പൊളിഞ്ഞ് നാശമായി. കണ്ടോ, ക്രീപ്പർ പൊട്ടിത്തെറിച്ചെന്നാണ് എൻ്റെയൊക്കെ ഒരു ഇത് വിചാരം. നോക്കാം, കറക്റ്റായ മതിയെന്നല്ല. ഇത് ക്രീപ്പറാടാ എൻ്റെ വീട് നശിപ്പിച്ചതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എത്ര കഷ്ടപ്പെട്ട് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ വീടൊന്നും ഉണ്ടാക്കിയത് കാണിച്ചിട്ടില്ലെങ്കിലും ഗൈസ്, ഈ വീട് ചെറുതാണെന്ന് എനിക്കറിയാം. ഇതിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. കാരണം എൻ്റെ പട്ടിക്കുട്ടിയൊക്കെ ചത്തുപോയി, അതിൻ്റെ വിഷമത്തിലാണ് ഞാനുള്ളത്. എന്നാലും എനിക്ക് പക്ഷെ കാണിച്ചത് ഷോട്ട് ബൈ സ്കെലിട്ടൺ എന്നാണ്. പക്ഷെ ഇവിടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് അപ്പോൾ ക്രീപ്പർ പൊട്ടി എനിക്ക് ഡാമേജ് കയറി. അപ്പോൾ സ്കെലിട്ടൺ എന്നെ അടിച്ചടിച്ച് കൊന്നു. അതായിരിക്കും ഞാൻ സേവാങ്കിട്ടടിക്കാത്തതല്ലേ. അല്ല, ഈ ഫ്ലവറൊക്കെ എപ്പോഴാണ് എൻ്റെ കയ്യിലെത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഈ ലെതറൊന്നും ഇതിനു മുമ്പ് എടുത്തിട്ടില്ലല്ലോ. ഒരു കോള് വരുന്നുണ്ട്, അപ്പത്തേക്ക് കട്ട് ചെയ്തേക്കാം. നമുക്ക് ഗ്രാവൽ എന്തിനാടെ 41 ഗ്രാവലോ ഇതൊക്കെ ഏത് പൊണ്ണാകുണ്ണിയും കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാ. ഇതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ 24 ഫെതറൊക്കെ. ഈ എല്ലാ വട്ടികളും ഇവിടെ തന്നെയാ. എല്ലാവരും ഇങ്ങോട്ട് വന്നേ. ഈ വട്ടി ഒഴികെ എല്ലാവരും ഇവിടെ ചന്തമേളത്തിന് വേണ്ടിയിരിക്കുന്നു. ഗൈസ്, സിമ്മർക്കെന്താ ടാടാടാ ഗൈസ്, നമ്മുടെ ഷീൽഡൊക്കെ ഇവിടെ പോയി. നമ്മുടെ ഷീൽഡൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഷീൽഡൊന്നും കാണുന്നില്ല. ഗൈസ്, ഞാൻ ചത്ത എവിടെന്നാന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അന്ന് ഇപ്പത്തേക്ക് ഞാൻ വിഷയമാക്കുന്നില്ല. അയ്യോ, ഞാൻ ഗ്ലാസ് അല്ല ഓട്ടിക്കാൻ പോയത്. നമ്മുടെ വീട് എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ തന്നെ വെക്കണം. പക്ഷെ ഇതിപ്പോൾ ഗൈസ്, എനിക്ക് ആകെ എൻ്റെ വീട് കൊള്ളായിപ്പോയി. ഈ വീടല്ല ശരിക്കും എൻ്റെ വീട്. ഞാൻ ഈ ബെഡൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ, അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് വെക്കാം. ആ വീട് പണിയാൻ കുറച്ച് നേരം എടുത്തു കേട്ടാ. അയ്യോ, ഇവിടെ നല്ല വീട്. ബെഡ് വെക്കട പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, റിസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാവണ്ട, പോയി സ്റ്റെയർസ് പണിഞ്ഞിട്ട് വരാം. സ്റ്റെയർസ് എവിടെ? വിറ്റാക്സ് ഇങ്ങോട്ട് എടുത്തേക്കാം. സ്റ്റെയർസ് നമുക്ക് ഉണ്ടാക്കണ്ട. സ്റ്റെയർസ് എൻ്റെ കയ്യിലില്ല. 4 എണ്ണമൊക്കെ ധാരാളം. ഒരു വീട്ടിന് സ്റ്റെയർസ് വെക്കാനാണ്, അതുകൊണ്ട് 4 എണ്ണമൊക്കെ നമുക്ക് മതി. കറക്റ്റ് 4 എണ്ണം തന്നെയാണ് വേണ്ടി വന്ന്. വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇതിൻ്റെ മേളിലോട്ട് നിങ്ങളൊന്ന് നോക്ക്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് വെച്ചാൽ മൂടാനാണ് ഉദ്ദേശം. നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി കുറച്ചും കൂടി ഒന്ന് ചെയ്യാനുണ്ട് ഗൈസ്. ഞാൻ ഈ വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കാണാം.
ഗായ്സ് ഇപ്പോഴിത് വെക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വെക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓണാക്കിയത്. നമുക്ക് പോയി ഇനിയും സാൻഡൊക്കെ എടുത്തിട്ട് വരണം. അങ്ങനെ കുറേ പണിയുള്ളതുകൊണ്ടാണ് ഞാനിത് പോസാക്കിയിട്ട് ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ കുറച്ചേരം കൂടി ഇങ്ങനെ നോക്കാം. നമുക്ക് സാൻഡ് വേണം. സാൻഡിൽ നമ്മുടെ ഒരു ഷവറ് ഇവിടെ കിടക്കും. നമ്മളിങ്ങനെ കത്തേന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ റൂട്ടൊക്കെ ഉള്ള ഗൈസ് നമുക്ക് നന്നായിട്ട് ആവശ്യമുണ്ട്. ഇത്ര എണ്ണൊക്കെ മതിയാവൂലേ? അധികമൊന്നും വേണ്ട വരില്ല. നമ്മുടെ ഫാമൊക്കെ വളരുന്നുണ്ട്. ഞാനത് പിന്നെ പറയാം. ഫർണസിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്യാൻ പിന്നെ നമുക്ക് എന്ത് പണി? ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മുടെ വീട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീട് കാണുമ്പോൾ ചെറിയ വീട് പോലെ ഉണ്ടാവും. അത്യാവശ്യം വലുതാണ്. അല്ല, ആ വീടേക്കാളും വലുതാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഈ മരം പറയണ്ട. ഞാൻ പിന്നെ ഇവിടുന്ന് കുറച്ച് മരമൊക്കെ വെട്ടിയെടുത്ത്. ഇവിടെയൊക്കെ മരം ഉണ്ടായിരുന്നില്ലേ, ഞാൻ അതൊക്കെ വെട്ടിയെടുത്ത് ഗൈസ്. പിന്നെ നമ്മുടെ സീഡ് ഫാമൊക്കെ നന്നായിട്ട് പോകുന്നു. ഇത് മാത്രം എന്താ വളരാത്തതെന്ന് എനിക്കറിയില്ല. ബാക്കിയെല്ലാം വരും. ടുപ്പൂ എന്ന് പറഞ്ഞാൽ വളർന്നിട്ടുണ്ട്. ഇതും ഉണ്ട് കുറച്ച് ബാക്കി. ഇനിയും എത്രയോ ബാക്കിയുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് വളരട്ടെ. നമുക്ക് അതുവരെ ഗൈസിൻ്റെ എല്ലാ സാൻഡുമായിട്ട് ഗ്ലാസ് വെക്കുന്ന വീഡിയോ മാത്രം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോസ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമുക്കിന്നെ ഗ്ലാസ്സൊക്കെ ആയിട്ട് കാണാം. ഗൈസ് ഏകദേശം രാത്രി ആവാറായി. നമുക്കെന്തായാലും ബെഡിൽ പോയി കടന്നിട്ട് തന്നെ വരാം. സോംബിന്റെ മോനെ, നീ എന്റെ കുണ്ടി കുത്തി പിടിപ്പിക്കാനാണോ നീ വന്നേ? ഗൈസ് ഇവിടെ സ്കെൽട്ടൻ ചത്തപ്പോൾ ബോം കിട്ടി. അപ്പം ഗൈസ് നമ്മുടെ സാൻഡൊക്കെ ആയിന്ന് വിചാരിക്കുന്നു. നമുക്കെന്തായാലും നോക്കാം. ഇപ്പോഴും കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. 21 ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് കയറണം ഇതിൻ്റെ മേലോട്ട്. നമുക്ക് ഇതിൻ്റെ മേളിൽ ഇതൊക്കെ മതിയാവും. 21 മതിയാവും എന്ന് എനിക്ക് തോന്നുന്നത്. 21 മതിയുടെ. ഇല്ല, പറ്റില്ല ഗൈസ്, നമുക്ക് പറ്റില്ല. 21 കുറച്ചെന്തായാലും ഞാനിപ്പോൾ പോകുമ്പോഴത്തേക്കും അത് മൊത്തം കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി 3 ബാക്കിയുണ്ട്. എൻ്റെ ലൈഫ് പോവുക. പിന്നെ നമുക്ക് ആവശ്യമില്ല. 7 മതി. അയ്യോ, 7 പോരായിരുന്നു. ഞാൻ പട്ടി ഷോ കളിച്ചു. അതാണ് അതിന് പറയുക.
പിന്നെ 2 കൂടി വേണം. 2 വേഗം വേഗം കുക്കാവും. എടാ 2 കുക്കാവാനല്ലേ. ഇതിങ്ങോട്ട് എടുത്തേക്കാം. ഗൈസ് 2 കറക്റ്റ് ഗൈസ്. അപ്പം നമുക്ക് ഇതൊക്കെയായി. ഇനി അയ്യോ സാരല്ല, എന്തായാലും ആ കൂട്ടാരും കാണാനും പോകുന്നില്ല. ഗൈസ് ഞാൻ അറിയാണ്ട് പറഞ്ഞ പൊട്ടിച്ചു പോയി. നമ്മുടെ ഒരു ഫുഡൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ആരുടെ ഇവിടെ കൊണ്ടുപോയേക്കുന്നേ? അപ്പോൾ എൻ്റെ വേൾഡിൽ കയറിയിട്ട് എന്നാ പറഞ്ഞായിരുന്നു, ഞാനിവിടെ മര്യാദയ്ക്ക് അടങ്ങി വെച്ച സാധനങ്ങൾ മൊത്തം നമ്മുടെ ഷീൽഡൊക്കെ ക്രീപ്പർ പൊട്ടിയപ്പോൾ തകർന്ന് വരിപ്പുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ഷീൽഡ് ഇവിടെ റെഡിയായി ഇരിക്കുന്നു. അപ്പം നമുക്ക് ഷീൽഡ് അങ്ങോട്ട് ഇവിടെ നല്ല ശരിക്കും മണ എല്ലാരും ഇവിടെ ഇല്ലേ? അത് മനസ്സിലാവുന്നില്ലടേ. ആരൊക്കെയാ സ്റ്റാൻഡ് ആയിട്ടില്ലെന്നൊന്ന് കാണണം ഗൈസ്. ആരെങ്കിലൊക്കെ എണീച്ചിട്ടുണ്ടാവുമല്ലോ. മാർക്ക് കുഞ്ഞുണ്ടായോന്ന് പോലും അറിയാൻ പറ്റില്ല. ഞാൻ ആർക്കൊക്കെയോ ഫീഡ് ചെയ്തിട്ടുണ്ട്. എണീക്ക്, എല്ലാവരും എണീക്ക്, ആരും ഇരിക്കണ്ട. ഇവിടെ 2 പേരെ എണീച്ചിട്ടുള്ളൂ. മക്കളെ നിങ്ങളൊന്ന് ഇവിടെ ഇരി, ഞാനിപ്പോൾ വരാം. പിന്നെ എത്ര പേരാ? ഇവിടെ വെക്കുവാ. ഞാവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോകാൻ മോനെ. അവനെ എണീച്ചിട്ട് തന്നെ നിൽക്കട്ടെ. ഓക്കെ, എല്ലാവരും എണീച്ചില്ലേ? ഇനി ഇത് ഈ വഴിക്കൂടെ കയറി വാ. അമ്മമാരൊക്കെ അവിടെ ഇരിക്കട്ടെ ഗൈസ്. മോണ വാട്സപ്പ് എന്തൊക്കെയുണ്ട്, സുഖല്ലേ ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് എന്ന് മാത്രം പറയാം. ആരും ഇവിടെ എണീച്ചിട്ടുണ്ടല്ലോ. നീയും ഇരിക്കും. എല്ലാവരും ഇപ്പോൾ ഇരുന്നിട്ടുണ്ട് ഗൈസ്.
നമ്മുടെ ഫുഡ് കഴിഞ്ഞു. പക്ഷെ ചെസ്റ്റിൻ്റെ ഉള്ളിൽ നിറച്ചുണ്ട് ഗൈസ്. ഞാൻ സത്യം പറയുന്നത്, ഞാൻ ക്രിയേറ്റീവ് ആക്കിയിട്ടേ ഇല്ല. ഇതൊക്കെ കണ്ടുപിടിച്ചെടുത്ത ഫുഡ് തന്നെയാണ്. ഞാൻ കുറച്ച് കാലം കളിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ലായത്. ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു ഗൈസ്. അപ്പം ഞാൻ നൈസായിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി, സെറ്റാക്കിയതാണ്. നമുക്ക് ഇത് കുക്ക് ചെയ്യാനിടാം. അതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പോയിട്ട്, ഞാൻ പോയിട്ടില്ലേ ഗൈസ്, ഇതൊക്കെ ഒന്ന് പറിച്ചിട്ട് എൻഡർമാൻ ഇവനെ കൊല്ലണം എനിക്ക്. ഞാൻ നിലത്ത് നോക്കി അടക്കാം, അരി അവൻ തന്നെ അടിക്കും. ഇവിടെ കയറിച്ച് ഇങ്ങോട്ട് വാ മോനെ. വാടാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. മേനെ എന്നോട് കളിക്കണ്ട മോനെ, ഏടാ മോനെ. പട്ടി എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നോടാ നീ. വീട്ടിൻ്റെ ഉള്ളിൽ കയറി. ഡോറ് ക്ലോസ് ചെയ്യേ. ഓടാ ഇങ്ങോട്ട് പോടാ. പൊട്ടി, ഇവൻ എൻ്റെ ബ്ലോക്ക് മൊത്തം എടുക്കണം. എടാ ഇവനെന്തിനാ എന്നെ കൊന്നേ? ഇവൻ മറന്നു പോയിട്ടില്ല. സാറില്ല ഗൈസ്, പോയി യൂട്ടെടുത്തിട്ട് വരാം. നമ്മളിങ്ങനെ അക്കൗണ്ടുകൾ തന്നെയാണ് ഓടി. ഞാൻ ഉദ്ദേശിച്ചു ഇവനെന്താ എന്നെ ഇപ്പത്തേക്ക് അടിക്കുമെന്ന്. ഇത്രയും നേരം അവൻ എന്നെ അടിക്കേണ്ടത്. ഒരു സെൻറ്റർമാനെ കാണുന്നില്ല. എടാ പട്ടി എനിക്ക് കൊല്ലാൻ പറ്റിയില്ലടാ. ഇല്ല ഞാനെന്തിനാ ഇവിടെ പോകുന്നത്? എൻ്റെ പുതിയ വീടുണ്ടാക്കിയത് ഞാൻ എല്ലാം. ഇവൻ എല്ലാം കോബിൾ സ്റ്റോണൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നു. ഉണ്ടായിരുന്നു സെൻറ്റർമാൻ. ഇവിടെ ചെസ്റ്റൊക്കെ വെച്ച് മാറ്റണം. ഗൈസ് നമ്മുടെ ചെസ്റ്റൊക്കെ ഇങ്ങോട്ട് മാറ്റട്ടെ. അല്ല ചെസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റണ്ട ഗൈസ്. നമുക്കില്ലേ വേറൊരു പണിയുണ്ട്. ഇതൊക്കെ നമ്മുടെ സാധനം ഐറ്റംസ് ഒക്കെ എടുത്തേക്കുന്ന സ്ഥലം തന്നെയാണ്. ബോണൊക്കെ ഇവിടെ തന്നെയാണ്. സ്റ്റിക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അതൊക്കെ ഷഫിൾ ചെയ്ത് വെക്കണം കറക്റ്റായിട്ട്. സാൻഡ് ഇപ്പം ആവശ്യമില്ല, ഫുഡ് ആവശ്യമില്ല, ചിക്കൻ ആവശ്യമില്ല. പിക്കാക്സൊക്കെ ഇങ്ങോട്ടിട്ട്. അല്ല അതിനോട് ഞാനെന്താ കുക്ക് ചെയ്യട്ടെ? അത് പറഞ്ഞാൽ ശരിയാ, ഞാൻ സ്റ്റീക്ക് കുക്ക് ചെയ്യട്ടെ. ഗൈസ് നമുക്ക് പോയി നട്ടിട്ട് വരാം. നമ്മുടെ സീഡൊക്കെ ഇപ്പം അത്യാവശ്യം വീറ്റ് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഇതൊക്കെ വളരുന്നേ ഉള്ളൂ. ഹോ എവിടെ ഗൈസ് നമുക്ക് ഫുഡ് കിട്ടി. ചവറ് കിട്ടും. ചവറോ? ആര് പറഞ്ഞു ഇത് ചവറാണ്? സീൻ ഐറ്റം ഗൈസ്. നമ്മൾ ഫോളോ
ഞാൻ ഹോ വെച്ചിട്ട് ഗൈസ് നമുക്കിവിടെ മൊത്തം നടാട്ടോ. ഇതൊക്കെ എങ്ങനെയാടാ പോകുന്നത്? ആ മരം ഇന്നൊന്നും വളരില്ല. ഇതെടുത്തന്നെ ഗൈസ് നമുക്ക് നമ്മുടെ ഫുഡ് ഇനി ഒന്നും കൂടി ഇവിടെ തന്നെ എടുത്ത് വെക്കാം. സീഡൊന്നും ഇപ്പം ആവശ്യമില്ല അല്ലേ? നമുക്ക് 3 വീറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്രെഡൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ ഫാമൊക്കെ നല്ല രീതിക്ക് പോകുന്നു. എടാ ഫാം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊക്കെ ചെയ്താലോ? ഫാം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാം, വലുതാക്കാം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അതെ ഗൈസ്, ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആണ്. നമ്മൾ ഇതാ ഇവിടെ ഗൈസ് ഇന്ന് അധികം ഭയങ്കര വലുതൊന്നുമല്ല കേട്ടോ. നമ്മൾ കുറച്ചേ ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പം തന്നെ എൻഡ് ചെയ്യും ഗൈസ്. നമ്മൾ കുറേ നേരമായി കളിക്കുന്നു. എനിക്ക് ഫോൺ ഓഫാക്കി വെക്കണം ഗൈസ്, അധികം നേരം കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് വേഗം നമുക്ക് സീഡൊന്ന് നട്ടിട്ട്, സീഡും സാപ്ലിങ്ങും വേഗം പോയി നട്ടിട്ട് വരാം ഗൈസ്. ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ സീഡൊക്കെ കടന്ന് വേഗം വളരും. ഇതിവിടെ വേണ്ട. ഇവിടെ സ്ഥലം കാണുമ്പോൾ നമ്മൾ സ്ഥലത്ത് കൊണ്ടുപോയി നടണം. അവിടെ ആവശ്യമില്ലാതെ നമ്മൾ നടാൻ പാടില്ല ഗൈസ്. ഇനി ഇവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയും കൊണ്ടുപോയി നടാം. ഗൈസ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പം നിങ്ങളെല്ലാവരും എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ പറയണം, എന്നാൽ നമുക്ക് കുറച്ച് കിടിലൻ വീഡിയോസ് ആക്കാം ഗൈസ്. പിന്നെ നമ്മളെ ഈ വീഡില്ലേ പൊട്ടിയായിരുന്നു ഗൈസ്, എങ്ങനെ ചത്തേന്നറിയില്ല. ആ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.